വീണ്ടും ഈ കണക്കുകൾക്കെല്ലാം മുൻപിലും ഹാസനിൽ പ്രജ്വൽ രേവണ്ണ 1446 വോട്ടുകൾക്ക് മുന്നിലാണ്. ചില്ലറ വോട്ടുകൾക്ക് മുന്നിലാണ്. വിവാദമുണ്ടാകുന്നതിന് തൊട്ടു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പാണ്. ഹാസനിൽ പത്തനംതിട്ടയിലെ ആന്റോ ആന്റണിയുടെ ലീഡ് 16,616 വോട്ടുകളായി ഉയർന്നിരിക്കുന്നു. പത്തനംതിട്ടയിൽ നേരിയ തോതിലാണെങ്കിലും ആന്റോ ആന്റണി കൺസിസ്റ്റന്റ് ആയി. രാജസ്ഥാനിൽ 11 സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നത്. രാജസ്ഥാനിൽ 11 സീറ്റുകളിൽ 29 സീറ്റുകളിൽ തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ ലീഡ് ചെയ്യുന്നു എന്ന് മാത്രമല്ല മഹാവികാസ് അഘാഡി അത്ഭുതം സൃഷ്ടിക്കുന്നു. മഹാരാഷ്ട്രയിൽ 29 സീറ്റുകളിൽ മഹാവികാസ് അഘാഡി ലീഡ് ചെയ്യുന്നു. അതായത് ബംഗാളിൽ, അതേപോലെ തന്നെ രാജസ്ഥാനിൽ, അതേപോലെ തന്നെ മഹാരാഷ്ട്രയിൽ NDA BJP വയനാട്ടിലെ ലീഡ് 1,38,618 ഉയർന്നിരിക്കുന്നു. എന്നാൽ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ബീഹാറിൽ പെർഫോം ചെയ്തില്ല NDA എന്നുള്ളതാണ്. ഇന്ത്യ മുന്നണി പെർഫോം ചെയ്യുന്നില്ല. കേവലം 5 സീറ്റിൽ മാത്രമാണ് ബീഹാറിൽ. പിന്നെ NK പ്രേമചന്ദ്രന്റെ ലീഡ് 40,000 കടന്നിരിക്കുന്നു. 41,477 വോട്ടുകൾക്ക്. അയോധ്യയിൽ ഫൈസാബാദിൽ 3000-ലധികം വോട്ടുകൾക്ക് BJP സ്ഥാനാർത്ഥി പിന്നിൽ. ശ്രീരാമക്ഷേത്രമുള്ള രാംലല്ല വിഗ്രഹമുള്ള പ്രാൺ പ്രതിഷ്ഠ നടത്തിയ അയോധ്യയിലെ ഫൈസാബാദിൽ BJP പിന്നിൽ. അവിടുത്തെ ദളിത് വോട്ടുകൾ SPക്ക് കിട്ടിയിരിക്കുന്നു കൃത്യമായി. BSP 0, SP-യും കോൺഗ്രസും തമ്മിൽ ശക്തമായ ഐക്യം. അത് ഉത്തർപ്രദേശിൽ പ്രതിഫലിക്കുന്നു. ഉത്തർപ്രദേശ് കഴിഞ്ഞ 2 വർഷത്തിൽ 2 ടേമുകളിൽ ആദ്യമായി കോൺഗ്രസിന്റെയും SP-ക്കും ഒപ്പം നിലയുറപ്പിക്കുന്നു. അല്ല, ജമ്മു കശ്മീരിൽ നിന്ന് ഞെട്ടിക്കുന്നവരുണ്ട്. ഒമർ അബ്ദുള്ള 46,225 വോട്ടുകൾക്ക് പിന്നിലാണ് ബാരാമുള്ളയിൽ. കേജ്രിവാളിന്റെ ഡൽഹിയിൽ എന്താണ് അംബാനെ? കേജ്രിവാളിന്റെ ഡൽഹിയിൽ ഒമർ അബ്ദുള്ള 46,025 വോട്ടുകൾക്ക് പിന്നിൽ. മെഹബൂബ മുഫ്തി 1,00,000 വോട്ടുകൾക്ക് അനന്ത്നാഗ് രജൌരി മണ്ഡലത്തിൽ പിന്നിലാണ്. ഡൽഹിയിൽ 7 സീറ്റിലും BJP ആണ് മുന്നിൽ. ഡൽഹി മാത്രം ഇഫക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല, അത് ഇന്ത്യയിൽ മുഴുവൻ ഇഫക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഡൽഹിയിലെ റിസൾട്ടുമായി ബന്ധപ്പെട്ടല്ല കെജ്രിവാളിനെ വിലയിരുത്തേണ്ടത്. കെജ്രിവാൾ ഇഫക്ട് എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലുണ്ട്, ഹരിയാനയിലുണ്ട്, ബംഗാളിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്, രാജ്യം മുഴുവനുണ്ട്. ഡൽഹി ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് സ്വന്തം സംസ്ഥാനത്തെ NCTയിലെ പോലും 7 സീറ്റ് സംരക്ഷിക്കാൻ കഴിയുന്നില്ല ഇന്ത്യ മുന്നണിക്ക്. ഒന്നുപോലും ഇല്ലാതെ തൂത്തെടുത്തു BJP. സുധാകരന്റെ ലീഡ് വീണ്ടും ഉയരുന്നു 33,480. ഒരു ഘട്ടത്തിൽ പോലും MV ജയരാജൻ മുന്നോട്ട് വന്നിട്ടില്ല. KC വേണുഗോപാലിന്റെ ലീഡ് 31,079 ഉയർന്നിരിക്കുന്നു. KC ആലപ്പുഴയിലും കണ്ണൂരിൽ K സുധാകരൻ മുന്നിൽ പാലക്കാട് ശ്രീകണ്ഠൻ 33,491 വോട്ടുകൾക്ക് മുന്നിലാണ്. ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് തൃശ്ശൂരിൽ അതിശക്തമായിട്ടുള്ള പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ട് സുരേഷ് ഗോപിയുടെ ലീഡ് മുന്നോട്ട് പോകുകയാണ്. സുരേഷ് ഗോപിയുടെ ലീഡ് 39,631. ഹൈബിയുടെ ഭൂരിപക്ഷം 1,00,000 പിന്നിട്ടിരിക്കുന്നുവെന്ന വാർത്ത കൂടി എറണാകുളത്ത് നിന്ന്. 1,00,000 പിന്നിട്ടവരുടെ UDF സ്ഥാനാർത്ഥികളുടെ എണ്ണം കൂടുന്നു. രാഹുൽ ഗാന്ധിയാണ് ആദ്യം 1,00,000 പിന്നിട്ടത്, അല്ലേ? പാലക്കാട് UDFന്റെ ലീഡ് 32,676 40,000 കടന്നിരിക്കുന്നു. സുരേഷ് ഗോപിയുടെ ലീഡ് 40,000 കടന്നിരിക്കുന്നു. ചാലക്കുടിയിൽ UDFന്റെ ലീഡ് 12,702 വോട്ടുകളായി. കൊടിക്കുന്നിലിന്റെ സുരേഷിന്റെ ലീഡ് 8,578 ഉയർന്നിരിക്കുന്നു. ചാലക്കുടിയിൽ UDFന് 12,702 വോട്ടുകളുടെ ലീഡ്. സി രവീന്ദ്രൻ ശക്തമായ മത്സരം കാഴ്ചവെച്ച ഒരു മണ്ഡലമാണ്. ബെന്നിക്ക് സീറ്റുകൾ അവിടെ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കുറയുന്നു. പക്ഷേ 12,702 വോട്ടുകളുടെ ഇടിവ്. ഓഹരി വിപണികളിൽ ഇടിവ്. ഇതുവരെ പൂത്തുനിന്ന ഓഹരി വിപണി കൊഴിയുന്നു. ഓഹരി വിപണിയിൽ ഇന്ത്യ മുന്നണിയുടെ ശക്തമായ ഹരിയാനയിലെ ഭൂരിപക്ഷം സീറ്റുകൾ കോൺഗ്രസിനാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. നോക്കൂ, ഹരിയാനയിൽ, വെസ്റ്റ് ബംഗാളിൽ, തമിഴ്നാട്ടിൽ, നോക്കൂ ശക്തമായ ഉത്തർപ്രദേശിൽ, മഹാരാഷ്ട്രയിൽ 5 സംസ്ഥാനങ്ങളാണ്. നോക്കൂ, സമാജ്വാദി പാർട്ടി ലീഡ് ചെയ്യുന്നു. 47 സീറ്റ്സ്. 47 ഉത്തർപ്രദേശ് പിടിക്കുന്നവർ ഇന്ത്യ ഭരിക്കുന്നതാണ് ചരിത്രം. ഇപ്പോഴും സഖ്യകക്ഷി പറഞ്ഞിട്ട് ഭരിക്കേണ്ട ആളായിട്ട് മോദി വരികയാണ്. കോർപ്പറേറ്റ് സ്വപ്നങ്ങൾ തകർന്നടിയുന്നു. സെൻസെക്സ് 4,000 പോയിന്റാണ് ഇടിഞ്ഞിരിക്കുന്നത്. ഒറ്റയടിക്ക് 4,000 പോയിന്റ്. അതായത് കേവല ഭൂരിപക്ഷത്തിലേക്ക് BJP എത്തില്ല എന്നുള്ള സൂചനകൾ വരും. നികേഷ് 8 എക്സിറ്റ് പോൾ വഴി 2 ദിവസം കൊണ്ട് പരമാവധി BJP 236 ചുരുങ്ങുന്നു. കേവല ഭൂരിപക്ഷത്തിന് BJPക്ക് ഒറ്റയ്ക്ക് കഴിയില്ല. ഭൂരിപക്ഷത്തിനേക്കാൾ താഴേക്ക് വെറും 236 സീറ്റുകളിൽ മാത്രം കഴിഞ്ഞ തവണത്തെ എല്ലാ കണക്കുകളും 303 എന്ന